നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്, സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അതേപോലെ തന്നെ ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. അതുപോലെ മറ്റ് ട്രേഡിംഗ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ജനറൽ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്, നോ റെക്കമെൻഡേഷൻ. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുമായി സംസാരിച്ച് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ആഫ്റ്റർ ഓപ്ഷൻ കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മോഡിറ്റി സംബന്ധമായ നാച്ചുറൽ ഗ്യാസ്, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ, സിഡോമാക്കി തുടങ്ങി കമ്മോഡിറ്റി സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അതും 90% സക്സസ് ആണ്. ഞങ്ങളുടെ എല്ലാ സജഷനുകളും 90% സക്സസ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ആഫ്റ്റർ ഫോറക്സ് എന്നാണ്. ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ റെഫറൽ ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അതിൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഇതിൽ ഫോറക്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കില്ല. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ പോലെ ഒരു SL ഹണ്ടിങ്ങോ അതുപോലെ തന്നെ പ്രീമിയം DK അതുപോലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ഒരു $2 അല്ലെങ്കിൽ $1 നമുക്ക് പ്രോഫിറ്റായി ബുക്ക് ചെയ്ത് ഒരു 10-20 ട്രേഡ് എടുത്താലും ഇതിൽ വലിയ ബ്രോക്കറേജ് പോകുന്നില്ല. നമുക്ക് ബ്രോക്കറേജ്, അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു ചെറിയ കമ്മീഷൻ പിടിച്ചതിന് ശേഷമാണ് നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ആവുക. അതുകൊണ്ട് തന്നെ ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്നതെല്ലാം, അതായത് ഇപ്പോൾ 0.64 USD ആണെന്ന് വെച്ചോളൂ, ഇത് മുഴുവൻ നമുക്ക് പ്രോഫിറ്റായിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡാവുക. അപ്പോൾ അതുകൊണ്ട് ഫോറക്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഫോറക്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളുമായി ബന്ധപ്പെടാം. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അതോടൊപ്പം തന്നെ സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഡൗൺ സൈഡിലേക്കാണ് വന്നത്. നമ്മളിത് പ്രതീക്ഷിക്കാതെ നടന്നാണോ? അല്ല, തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഓരോ ദിവസവും നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ്. മാർക്കറ്റ് ആൾ ടൈം ഹൈയിൽ നിന്നും ആൾ ടൈം ഹൈയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഒരു ഫാൾ വന്നേ തീരൂ. കാരണം ഒരേ സൈഡിലേക്ക് ഒരിക്കലും മാർക്കറ്റ് പോകില്ല. അതുകൊണ്ട് തന്നെ പലവിധ കാരണങ്ങളാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, മാർക്കറ്റ് താഴത്തേക്ക് ഇന്നല്ലെങ്കിൽ നാളെ വരും. അതിനനുസരിച്ചാണ് ഓരോ ദിവസവും നമ്മൾ അനാലിസിസ് ചെയ്തിരുന്നത്. ഡൗൺ സൈഡിലേക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. അത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ ആൾ ടൈം ഹൈ എന്ന് പറയുന്നത് 53,000, പ്രീവിയസ് ഹൈ 53,340. ഈ 53,340 ടച്ച് ചെയ്തുകൊണ്ട്, അതായത് ഈ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഇവിടെ ഈ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യുകയോ അതിനുശേഷം താഴേക്ക് വന്ന് റീടെസ്റ്റ് നടത്തി മുകളിലേക്ക് പോവുകയല്ല ചെയ്തത്. ഇവിടെ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്? നേരെ ഇവിടെ നിന്നും യാതൊരുവിധ റെസ്പെക്റ്റുമില്ലാതെ, ഈ റെസിസ്റ്റൻസിന് റെസ്പെക്റ്റുമില്ലാതെ നേരെ മുകളിലേക്ക് പോയി. ഇത്തരത്തിൽ ട്രേഡിംഗ് നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? തീർച്ചയായും ഇവിടെ ഈ ആൾ ടൈം ഹൈയിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു റീടെസ്റ്റ് നടത്തണം. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയത്തിൽ റീടെസ്റ്റ് നടത്താത്തത് കൊണ്ട് തന്നെ മുകളിൽ പോയി തീർച്ചയായും താഴേക്ക് വരണം. അങ്ങനെ താഴെ വരുന്ന സമയത്ത് ഇതിനെ സപ്പോർട്ട് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. 90% ഇതിനെ സപ്പോർട്ട് എടുക്കാത്ത സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ നേരെ താഴെയാണ് വരിക.
നേരെ താഴെ വന്ന് ഇനി വേണമെങ്കിൽ ഇതിനെ റെസിസ്റ്റൻസ് എടുത്ത് ഒരു റെസ്പെക്റ്റ് ചെയ്യാം, അതിനുശേഷം മുകളിലേക്ക് പോകാം. ഓക്കെ, ഇങ്ങനെയും സംഭവിക്കാം. അതല്ലെങ്കിൽ ഇനി വീണ്ടും താഴേക്ക് തന്നെ മാർക്കറ്റ് കുറച്ച് ദിവസം വരാം. ഒരു കറക്ഷൻ നമുക്ക് അത്യാവശ്യമാണല്ലോ. ഏതായിരുന്നാലും ഇന്നലെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 26,000-ലാണ് ഒരു എൻട്രി പോസിബിളായി പറഞ്ഞിരുന്നത്. ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ആദ്യം, അതായത് നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞത് ഇതാണ് ഒരു പ്രോപ്പറായ എൻട്രി. നമുക്ക് 25,880 താഴെ ഈ ഭാഗത്ത് 25,840 താഴെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പ് തന്നെ നമുക്ക് എൻട്രി എടുത്ത് വരാം. 26,000 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് വാച്ച് ചെയ്യാം 25,850 വരെ. അതിനെയും ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ വാച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് സ്വിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെയാണ് 25,620. ഏതായിരുന്നാലും നമുക്ക് 26,000-ലൊരു എൻട്രി ലഭിച്ചു. നമുക്ക് 25,850 വരെ വെയിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം. ഇപ്പോൾ ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. എവിടെ? ഈ ഒരു ക്യാൻഡിലാണ് 1 അവർ ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത് 25,961. ഒരു റീടെസ്റ്റിന് വേണ്ടി കാത്തു നിന്നു. റീടെസ്റ്റ് നടത്തി നേരെ താഴെ വന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നാണ് എൻട്രി ലഭിച്ചിട്ടുണ്ടാവുക. 25,980 നിന്ന് നേരെ താഴെ ഈ ലൈൻ വരെ 25,850 വരെ 120 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റായി കിട്ടിയിട്ടുണ്ടാവും. നമ്മളൊക്കെ പ്രോഫിറ്റ് എടുത്തു, നമ്മുടെ ഗ്രൂപ്പിലും പ്രോഫിറ്റ് എടുത്തു. ഇന്ന് 5 ട്രേഡേ കൊടുത്തുള്ളൂ, പക്ഷേ ഒന്ന് ജസ്റ്റ് മിസ്സായി. ആ സ്ട്രൈക്ക് പ്രൈസ് മാറിയോണ്ട് മിസ്സായി. അല്ലെങ്കിൽ അതിലും പ്രോഫിറ്റ് ആയേനെ. ബാക്കി 4ലും നല്ല പ്രോഫിറ്റാണ്. അത്യാവശ്യം നല്ല പ്രോഫിറ്റോടുകൂടി ഇന്ന് ഇറങ്ങാൻ കഴിഞ്ഞു. ഈ വൈകുന്നേരം കമ്മോഡിറ്റി അല്പം വോളറ്റൈൽ ആയതുകൊണ്ട് ചെറിയ ഒരു നെഗറ്റീവ് നടന്നിട്ടുണ്ട്, കാര്യമായിട്ടില്ല. ഏതായിരുന്നാലും നമുക്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമുക്ക് നാളെ ഈ നിഫ്റ്റി ഇനി തിരിച്ച് മുകളിലേക്ക് പോകുമോ? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിക്കഴിഞ്ഞ് 26,000-ന് മുകളിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്കൊരു യാത്ര നിഫ്റ്റിയിലുണ്ടാവും. 1 ഡേ ടൈം ഫ്രെയിമിലാട്ടോ, ഇത് ട്രേഡ് എടുക്കാനുള്ളതല്ല പറയുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിൽ 26,000-ന് മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളൂ. അതുവരെ നിഫ്റ്റി താഴെയോ ഈ ഡൗൺ ഭാഗത്ത് ഒരു സൈഡ് വേയിലൂടെ നീങ്ങാനായിരിക്കും, സൈഡ് വേയിലൂടെ താഴത്തേക്ക് വരാനായിരിക്കും സാധ്യത കൂടുതലും നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ളത് ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ, 25,610 താഴെ 25,610 താഴെ തന്നെയാണ് നമുക്കൊരു എൻട്രി ഉള്ളത്. അങ്ങനെ എൻട്രി കിട്ടുകയാണെങ്കിൽ 25,490 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇവിടെയാണ് നെക്സ്റ്റ് സപ്പോർട്ടായിട്ടോ 25,490. അതിനും താഴെ വരികയാണെങ്കിൽ നോക്കൂ 25,380 വരെ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എൻട്രി ഇവിടെ നേരത്തെ തന്നെ നിങ്ങൾക്ക് എൻട്രി എടുത്ത് വരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻറ്റും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. കാരണം ട്രിപ്പിൾ ബോട്ടമാണ്. ഈ ട്രിപ്പിൾ ബോട്ടത്തിനെയും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ് ഇപ്പോൾ ഇന്നത്തെ ലോ. ഇവിടെ നിൽക്കുന്നു 25,790 എന്നുള്ള ഈ ലെവൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നാളെ ഒരു ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പിനോ ശേഷം, ഇപ്പോൾ ഗ്യാപ്പ് അപ്പാണ് നടക്കുന്നതെങ്കിൽ കുറച്ച് താഴെ വന്ന് ഒരു റീടെസ്റ്റ് നടത്തി മുകളിലേക്ക് പോയി തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് 25,790 നിന്ന് തന്നെ എൻട്രി എടുത്തു വരാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, 25,790 തന്നെ എൻട്രി എടുക്കാം. എങ്ങനെ? ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം താഴെ വന്ന്
തിരിച്ച് റീടെസ്റ്റ് നടത്തി ഈ റെസിസ്റ്റൻസിനെ മറികടന്ന് വീണ്ടും താഴെ വരുന്ന സമയത്താണ് 25,790 എടുക്കേണ്ടത്. അതേസമയം ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ ഈ ഒരു ഏരിയ, അതായത് 25,790 ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയി പിന്നെ താഴേക്ക് വന്ന് ഇതിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് തിരിച്ച് റീടെസ്റ്റ് നടത്തി മുകളിലേക്ക് പോകണമെന്നില്ല, പോകാൻ സാധ്യതയില്ല. തിരിച്ച് റീടെസ്റ്റ് നടത്തി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന്, അതായത് ഗ്യാപ്പ് ഡൗൺ എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെ നിന്ന് തന്നെ എൻട്രി എടുത്ത് വരാം. ഇനി റീടെസ്റ്റ് നടത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം 25,790 നിന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺ സൈഡിലേക്കാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നാളെ 26,010 മുകളിലാണ് എൻട്രി ഉള്ളൂ. ഓക്കെ, 26,010 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് എടുത്തു പോകാം. താഴേക്കാണെങ്കിൽ 25,790 ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എടുത്തു വരാം. അതല്ല നിങ്ങൾക്കിവിടെ എൻട്രി കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് എൻട്രി 25,610 താഴെ. ഓക്കെ, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ സപ്പോർട്ട് ലൈനുകൾ വാച്ച് ചെയ്യുക, വരയ്ക്കുക, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, പല ട്രേഡർമാർ നമ്മളോട് പറയുന്നു 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. 1 അവർ ക്യാൻഡിൽ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മടുപ്പ്, അതായത് 1 അവർ ക്യാൻഡിൽ പറയുമ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണമല്ലോ, ആ ഒരു മടുപ്പ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ക്യാൻഡിലേക്ക് മാറ്റുമ്പോഴും നമുക്ക് ട്രേഡ് എടുത്ത് വരാം. ഇൻട്രാഡേ ട്രേഡ് നമുക്ക് ഓപ്ഷൻ ബയ്യേഴ്സിന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 26,011 തന്നെ 15 മിനിറ്റിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് എടുത്തു പോകാം. അതേപോലെ തന്നെ താഴത്തേക്കാണെങ്കിലും ഇതുപോലെ ഈ പറഞ്ഞ പ്രകാരം തന്നെ 15 മിനിറ്റിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിലും എടുത്തു വരാം. നിഫ്റ്റിയിൽ ഈ കാര്യങ്ങൾ 1 അവറിലല്ല 15 മിനിറ്റിലും നാളെ ചെയ്യാനുള്ള ഒരു സാധ്യതയിലൂടെ തന്നെ നോക്കൂ. ഇവിടെ പ്രീവിയസ് ഹൈ ഉണ്ട്, ഒരു സിങ് ഹൈ ആണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇതിന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റിൽ എടുത്തു വരാവുന്നതാണ്. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റി നല്ല ഒരു ഫാൾ, അതായത് പ്രീവിയസ് ആൾ ടൈം ഹൈയിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് താഴേക്ക് വന്ന ഒരു ബാരിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. നോക്കൂ, ഇവിടെയാണ് ഇന്നത്തെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, മാർക്കറ്റ് തീർച്ചയായും ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈനുണ്ട്, നമ്മൾ അതിനെ മാർക്ക് ചെയ്യണം. 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഈ ട്രെൻഡ് ലൈന് ഇവിടെ നിന്നും നാളെ ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് ഇത് കൂടുതൽ പോയിൻ്റ് ഉണ്ടാവും. നോക്കൂ, 200 പോയിൻറ്റിനടുത്തുണ്ട്. 200 പോയിൻറ്റിനടുത്ത് ഒരു ഇതിന് താഴെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഫർദറായിട്ട് താഴേക്ക് വരാൻ തന്നെയാണ് സാധ്യത. ഇതിന് മുകളിലാണ് നാളെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇത് ചെറുതായിട്ടെങ്കിലും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് 52,980 ഒരു റെസിസ്റ്റൻസും എടുക്കും. അങ്ങനെ ഈ റെസിസ്റ്റൻസിൻ്റെയും ഈ ട്രെൻഡ് ലൈനിൻ്റെയും ഇടയിൽ കുറച്ച് നേരം സൈഡ് വേ അല്ലെങ്കിൽ ഒരു വാളറ്റൈലിറ്റി അല്ല, സൈഡ് വേ ആയിരിക്കും. വാളറ്റൈൽ എന്ന് പറയുമ്പോൾ ഫാസ്റ്റിൽ ഒരുപാട് പോയിൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അതിനുള്ള ചാൻസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നാളെ സൈഡ് വേ, മാത്രമല്ല നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടെയാണ്. അതുകൊണ്ട് ഒരു ഹ്യൂജ് സൈഡ് വേ തന്നെ പ്രതീക്ഷിക്കാം. കാരണം പ്രീമിയം ഡിക്ക് നല്ലപോലെ ചെയ്യണം. കാരണം നാളെ മറ്റന്നാൾ ഇല്ലാത്തതുകൊണ്ട് മറ്റന്നാളത്തെ ആ ഒരു പണി കൂടെ നാളെ ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട് നല്ലൊരു സൈഡ് വേ ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ഒരു ചെറിയ ഗ്യാപ്പ്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇത് റെസിസ്റ്റൻസും ഇത് സപ്പോർട്ടുമായിട്ട് വരും. അങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻറ്റുമായി ഇതുവരെ പോകുന്ന സമയത്ത്, അതായത് ഇതുവരെ ഒരു സൈഡ് വേ ആയിരിക്കും. ലാസ്റ്റ് ഇതിനെ മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ ചെറുതായിട്ടെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ.
തീർച്ചയായും നാളെ ട്രേഡ് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും ഉചിതം. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലെയാണ് കാണുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റി അങ്ങനെ ആവുമ്പോൾ നിഫ്റ്റിയിലും സ്വാഭാവികമായിട്ടും ചെറിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ട്രേഡുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നാളെ എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം. കൂടുതലായും ലോസ് സംഭവിക്കാനാണ് ഈ സൈഡ് വേ മാർക്കറ്റിൽ സാധ്യത ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു എൻട്രി എന്ന് പറയുന്നത് ഇതിന് താഴെയാണ്. ഇതിന് താഴെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ഇതിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യും വേണം. ഈ 52,850 എന്നുള്ള ഒരു ലെവല് മാർക്ക് ചെയ്യും വേണം. ഓക്കെ, 52,050 എന്നുള്ള ഒരു ലെവൽ മാർക്ക് ചെയ്യുകയും ഈ ട്രെൻഡ് ലൈനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയും വേണം. ഇത് രണ്ടിനെയും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് താഴേക്ക് നാളെ ഒരു എൻട്രി ഉള്ളൂ. ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിലും അതുപോലെ ഇത് തന്നെയാണ് സംഭവിക്കുക. നോക്കൂ, ഇവിടെ തന്നെ ഇത് തന്നെയാണ് സംഭവിക്കുക. ഇതിൻ്റെ ലോയിലൊരു മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 52,980 അതേപോലെ തന്നെ ഈ ട്രെൻഡ് ലൈന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫർദറായിട്ട് താഴേക്ക് എടുത്ത് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 52,850, ഓക്കെ, 52,850 താഴെ എൻട്രി എടുത്ത് വരാം. മുകളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും 53,340 മുകളിൽ എൻട്രി എടുത്ത് പോകാം 1 hour ടൈം ഫ്രെയിമിൽ. ഇനി 50 minutes ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 hour ടൈം ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് 52,850 എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതുവരെ വാച്ച് ചെയ്യാം. ഏതുവരെ നോക്കൂ, 51,990. അതിന് മുന്നേ ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ടുണ്ട്, 52,130. ഓക്കെ, 52,130 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ 51,920 വരെ. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ ഇനി മുകളിലേക്ക് തന്നെയാണെങ്കിൽ 53,340 എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് ഒരു ചെറിയ റെസിസ്റ്റൻസ് 53,700. ഓക്കെ, 53,700 വരെ കിട്ടിയാൽ തന്നെ 400 പോയിൻറ്റിൻ്റെ റാലിയായി. അപ്പോൾ ഇതിനനുസരിച്ച് നാളെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റായി നിങ്ങളുടെ ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചുകൊണ്ട് കറക്റ്റായ സമയത്ത് ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലെവലുകളിൽ തന്നെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ നാളെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.